നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ജേണൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെയും ഒരു ജേണൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ജേണലിൻ്റെ തീം എന്ന് വെച്ചാൽ വൈറ്റും ബ്രൗണും മിക്സഡ് ആയിട്ടുള്ളൊരു ജേണലാണ്. നമുക്ക് ജേണലോട്ട് പോയാലോ? ഫസ്റ്റ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മിനി ബുക്കിലാണ് ഞാൻ ജേണൽ ചെയ്യുന്നത്. അപ്പോൾ ആ ജേണലിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു ജേണൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് ബ്രൗണും ലൈറ്റ് ബ്രൗണും മിക്സഡ് ആയിട്ടുള്ള ഒരു ജേണലാണ്. കണ്ടോ, ഈ ഒരു ജേണലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വേറൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ജേണൽ. ആ ജേണലാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജേണലിന് തുടങ്ങിയാലോ? കമോ, ഞാൻ പൗഷ് ഒന്ന് എടുത്തേക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എന്താ ഞങ്ങളെ പേജ് ഈ സ്റ്റിക്കർ പിന്നെ ಸ್ವಲ್ಪ ಈ ಸಾಧನ നമ്മളെന്നാ അധികം ഐറ്റംസ് എടുത്തിട്ടില്ല. എനിക്കിതാ ആവശ്യമുള്ളത് മാത്രമായിട്ടാണ് എടുത്തുള്ളത്. ആവശ്യമുള്ളത് അത്ര ആവശ്യമുണ്ട്, എന്നാലും ജേണൽ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഞാനിതാ ന്യൂ പേജ് എടുത്തിട്ടുണ്ട്. ജിയ ബുക്കിൽ ന്യൂ പേജ് എടുത്തിട്ട് എൻ്റെ പേരിൻ്റെ ബുക്കിൽ തന്നെ ഞാൻ ന്യൂ പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാനവിടെ ചെയ്യുന്നത് അല്ലാതെ ഒട്ടിക്കാനുള്ളൊരു സ്ഥലങ്ങൾ നോക്കില്ല ആൾക്കാരൊക്കെ, അതാണ് ആദ്യം തന്നെ ഞാനിതാ ഇതിൻ്റെ ഒരു ഹാഫ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആവശ്യത്തെ പെന്നല്ലേ ഞാനൊരു ഇത് ബുക്ക് നോക്കിയുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കിയോ. ചിലപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമില്ല. അത് എനിക്കത്ര ഇഷ്ടമില്ല. ഉള്ളി ചേർത്തിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഐ ലവ് മൈ ജേണൽ. എനിക്ക് അത്ര ഇഷ്ടമില്ല എപ്പോഴും ഇങ്ങനെ ഐ ലവ് മൈ ജേണൽ, മൈ ബ്യൂട്ടിഫുൾ ജേണൽ അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജേണൽ സ്റ്റാർട്ടിങ് ആവുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടൈറ്റൻ ആക്കിയത് അത്ര കൂട്ടുന്നുണ്ടാവുമല്ലോ, ഒരു അങ്ങനൊന്നില്ലാണ്ട് വെറുതെ ഓരോന്നിങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ പണി ഗൈസ്. അയ്യോ, കുറച്ച് ചെറുതായി, കുറച്ചും കൂടി താഴത്തോട്ട് പോയിട്ട് വരും. ഞാനേ ഓർക്കുന്നില്ല. അത് ഞാനിതാ ഫസ്റ്റ് ഞാനിതാ ഈ ഒരു ഇതിലൊന്നും എഴുതുന്നില്ല. ഇപ്പം തന്നെ ഞാനല്ലാതെ ഇപ്പം തന്നെ എഴുതുന്നില്ല. നമുക്ക് ആദ്യം ഇതൊന്ന് ഹാഫ് ആക്കണം. സ്ഥലം കുറച്ച് ആവശ്യമുള്ളൊരു സ്ഥലം മാത്രം എടുക്കണം എന്നാണ്. ഹാഫ് ആക്കാൻ വെച്ചാൽ അത്ര ഹാഫ് ആക്കുന്നില്ല. ചെറുതാക്കണം, കാരണം നമ്മുടെ ബുക്ക് അത്ര ചെറുതാണല്ലോ. നമ്മൾ ഹാഫ് ചെറുതാക്കിയിട്ട് ഇതുപോലെ ഫീൽ രസമുള്ള
സാധനം ഞങ്ങളിത് വെറുതെ ചിരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് വെച്ചെടുക്കും. നമുക്ക് പറയാതെ വെച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ എടുക്കുന്നതാണ് നമ്മൾ സ്വന്തം മറ്റേ ആ പേപ്പറില്ലേ, ആ പേപ്പർ ഈസിയാണ് ചെയ്യാറുള്ള പരിപാടി. തോട്ട് കാണുന്നോ? തോട്ടനെ കാണാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു തോട്ടം തന്നെ എഴുതുക, ഒരു ഒട്ടിക്കലാണ്ട് ഒട്ടിക്കുക. അതിനാണോ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട്? എനിക്കൊന്നും വയ്യ, അതെന്ത് ടാസ്ക്കാണ്, ഞാനില്ല എന്നൊക്കെ പറയണത്. ഇതൊക്കെ ഒരു സിമ്പിളായിട്ടുണ്ട്. ഇന്നലെയാണ് സിമ്പിളായിട്ട് എടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്കൊരു വയ്യായം വരാനും പറ്റും. അപ്പോൾ നമ്മളതൊന്ന് മൈൻഡാക്കാൻ പാടില്ല. നമുക്ക് മൈൻഡാക്കണ്ട. ഇതിനൊക്കെ നീ ഇങ്ങനെ കരയാൻ പാടുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾ ഇങ്ങനെ പറയണം. നീ എന്നല്ല കാര്യമാണ്, ഞാനല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. തോട്ട് അത് നമ്മളെ എഴുതുന്നത്, അവരാണ് നമ്മൾ തോട്ട്സ് എഴുതുന്നത്. എനിക്ക് ഇന്നലെ ഞാനത് സംഭവിച്ചതാണ്. നീയാണ് തോട്ട്സ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് വന്ന് തല്ലുണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞേ, നീയാണ് എൻ്റെ വീഡിയോസ് നോക്കുന്നതൊക്കെ. എന്നുവെച്ചാൽ അവൾ പറഞ്ഞ അല്ല, നീ അല്ലേ നോക്കുന്നത്, ഞാനാണോ നിന്റെ തോട്ട്സ് നോക്കുന്നത്? തല്ലാണുള്ള എൻ്റെ ഞങ്ങൾക്ക് നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാരണം പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം വെച്ചാൽ, എൻ്റെ ബർത്ത്ഡേ മാർച്ച് 2. അപ്പോൾ ഞാനൊരു വീഡിയോ ബർത്ത്ഡേ വീഡിയോ അന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിടും. അപ്പോൾ നിങ്ങളാട്ടും എൻ്റെ ജോണലിനെ കണ്ടിട്ട് അല്ല കളിയാക്കാതില്ല, ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞത് ഇതെല്ലാം പറയരുത്. ഇത് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് അങ്ങനെയൊക്കെ നിങ്ങളെന്നെ കളിയാക്കാറൊന്നുമില്ല. എനിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. കിട്ടുന്ന പാട്ടില്ലേ, ആ പാട്ടിന് ഫ്രണ്ട് എനിക്ക് റീൽസിലിടാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇതോ ഞാൻ റീൽസിലിടുന്നോ. അപ്പം ഞാൻ റിബൺ എടുക്കുന്നുണ്ട് ഗൈസ്. വേണ്ട, ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാം എൻ്റെ ഐറ്റംസ് കവർ ചെയ്യുന്നതും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ലോകം വിസിറ്റ് ചെയ്യുന്നതും. നിങ്ങളെ ലവാണ് എൻ്റെ ലവും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ നാട്ടിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നത്.
ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ലോകത്തിൽ ജീവിക്കും. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ അവർ പറയണത് എനിക്ക് കൊടുക്കുന്നത്, നമുക്ക് നമ്മളിഷ്ടം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഒഴിവാഴ്ത്തും. അതൊക്കെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ചെറിയ മച്ചാൻ നമ്മളെ വീഡിയോയിലോട്ട് കേട്ടതാ ഈ സാധനം ഇവിടെ ഇതിൽ കൂടുതൽ ഇങ്ങനത്തെ കുറേ പേപ്പേഴ്സ് ഇതിൽ ഫുള്ള് ഞാനത് കൊടുത്തൊരാൾ. ഞാൻ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പറയണ പോലെ ഞാൻ എല്ലാവർക്കും എന്നാലും നീ ഇതുകൊണ്ട് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യും. കാരണം ഐ ഡിഡ്ന്റ് ലൈക്ക് പ്രാക്ടീസ് ആൻഡ് ഐ ആം നോട്ട് ദാറ്റ് ടൈപ്പ്. ഞാൻ അങ്ങനത്തെ ഒരു ഇതായിട്ട് വരും. അങ്ങനത്തത് എൻ്റെ ഫ്രണ്ട് ഒരു എനിക്കൊരു തോട്ടം എഴുതുന്ന നമ്പർ ഡിസ്കസ്റ്റിംഗ് ഞാൻ എഴുതി കൊടുത്തൊരിതാണ്. ഡിസ്കസ്റ്റിംഗ് എന്താ ഞാൻ പറഞ്ഞു ഡിസ്കസ്റ്റിംഗ്. അപ്പോൾ എന്നോട് മനസ്സിലാവണില്ല എന്ന് നല്ലപോലെ പറഞ്ഞു എനിക്ക്. ഡിസ്കസ്റ്റിംഗ് എന്താ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ വെക്കണം. എന്നാലും അവള് അങ്ങനെയാണ്. അവളിങ്ങനത്തെ ബാഡ് വേർഡ്സ് ഒക്കെ പറയുമ്പോൾ അവളിങ്ങനെ കേട്ടോ എന്തൊക്കെ പറയണ കേൾക്കുന്നില്ല. ഒന്നങ്ങനെ പറയേ ലൗഡ് വോയിസ് പറഞ്ഞവളോ ഞങ്ങൾ അവള് ലൗഡ് വോയിസ് ഒരു സ്കൂളിൽ നിന്ന് എടുത്തില്ല. ബസ് പോയല്ലോ. എത്ര മണിക്ക് വണ്ടി നിർത്തണോ? ഇതുപോലും അറിയാണ്ട് ആൻറ്റിനെ കുറ്റം പറയുന്ന ഒരു ഉമ്മമാരുണ്ട്. അവരെ ആദ്യം വിളിച്ചിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞത് കറക്റ്റല്ല. അവരെല്ലാവരും വിളിച്ചെടുക്കേണ്ടത്. കാരണം ഇവരാണ് കുട്ടികളോട് പറയണത് വേഗം പോവണ്ട, ആൻറ്റി വരാൻ ചിലപ്പോൾ ലേറ്റാവും. ഉമ്മമാർ പറയുമ്പോൾ വണ്ടി ഇപ്പോൾ എടുക്കാം 7:10. ഉമ്മമാർ 7:10 വരുമ്പോൾ തന്നെ കുട്ടികൾ വീട്ടിലെത്തും. നമുക്കൊക്കെ പെരുന്നാവുക നമുക്ക് പറയുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? മുളക് തിരിച്ചോണ്ടിരിക്കും. ലാസ്റ്റ് എൻ്റെ കൂടെ കണ്ടില്ല. വീട്ടിൽ കണ്ടോട്ടോ അവിടെ പറഞ്ഞിട്ട് ഒരു ദിവസം പുറത്ത് ഞാനില്ല സൈലന്റ് ഉറങ്ങുന്ന ഒരു ഇല്ലാത്ത ടൈമിൽ ഇവിടെ ഇങ്ങനെ തല്ലൊക്കെ നടക്കാറ്. പക്ഷെ ഞാനില്ലാത്ത ടൈമിൽ അവിടെ ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള വ്യത്യാസമാണ് അന്നൊക്കെ.